ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശേഷിക്കുന്ന മത്സരങ്ങളുടെ സ്കെഡ്യൂൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഷെഡ്യൂളെന്നോ ഫിക്സ്ചറെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എവേ മത്സരമാണ്. കിഷോർ ഭാരതി ക്രീഡാങ്കൺ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒക്ടോബർ 20 മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ. അതിനുശേഷം 25 ഇവിടെ നടക്കുന്ന രക്തരൂഷിതമായിട്ടുള്ള പോരാട്ടം ബംഗളൂരു FC-ക്കെതിരെയുള്ള ഹോം മത്സരം. അതിനുശേഷം മുംബൈ സിറ്റി FC-ക്കെതിരെ നവംബർ 3 നടക്കുന്ന എവേ മത്സരം. പിന്നെ നവംബർ 7 ഹൈദരാബാദ് FC-ക്കെതിരെ ഹോം മത്സരം. അതുകൂടാതെ നവംബർ 24 ചെന്നൈയിൻ FC-ക്കെതിരെ ഹോം മത്സരം. അതിനുശേഷം FC ഗോവയ്ക്കെതിരെ 28 ഹോം മത്സരം. പിന്നെ ഡിസംബർ 7 ബംഗളൂരു FC-ക്കെതിരെ എവേ മത്സരം നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ എവേ മത്സരം ഡിസംബർ 14 നടക്കും. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ ഹോം മത്സരം ഡിസംബർ 22 നടക്കും. ജംഷഡ്പൂർ FC-ക്കെതിരെ എവേ മത്സരം ജനുവരി 5 നടക്കും. ന്യൂ ഇയറിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് പഞ്ചാബ് FC-ക്കെതിരെ അല്ല, പഞ്ചാബ് FC-ക്കെതിരെയാണ്. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നടന്നത് പഞ്ചാബിനെതിരെയാണ്. അപ്പം അടുത്ത വർഷത്തെ ആദ്യ മത്സരവും പഞ്ചാബ് FC-ക്കെതിരെ നടക്കും. ജനുവരി 5 നടക്കുന്നത് എവേ മത്സരമാണ്. പിന്നെ ഒഡീഷ FC-ക്കെതിരെ ജനുവരി 13 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം നടക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്കെതിരെ ജനുവരി 18 ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം നടക്കുന്നുണ്ട്. ഈസ്റ്റ് ബംഗാൾ FC-ക്കെതിരെ ജനുവരി 24 എവേ മത്സരം നടക്കുന്നുണ്ട്. ചെന്നൈയിൻ FC-ക്കെതിരെ ജനുവരി 30 എവേ മത്സരം നടക്കുന്നുണ്ട്. പിന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ഫെബ്രുവരി 15 ഹോം മത്സരം നടക്കുന്നുണ്ട്. പിന്നെ ഫെബ്രുവരി 22 FC ഗോവയ്ക്കെതിരെ എവേ മത്സരം നടക്കുന്നുണ്ട്. മാർച്ച് 1 ജംഷഡ്പൂർ FC-ക്കെതിരെ ഹോം മത്സരം നടക്കുന്നുണ്ട്. മുംബൈ സിറ്റി FC-ക്കെതിരെ മാർച്ച് 7 ഹോം മത്സരം നടക്കുന്നുണ്ട്. ഹൈദരാബാദ് FC-ക്കെതിരെ മാർച്ച് 12 എവേ മത്സരം നടക്കുന്നുണ്ട്. പിന്നീട് പ്ലേ ഓഫ് മത്സരങ്ങളും സെമിയും പിന്നെ ഫൈനലും പറ്റിയ കപ്പും ബ്ലാസ്റ്റേഴ്സിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം.